Hi and welcome to the new video. The last video we maximum power transfer theorem for AC circuits നോക്കി. So ഇവിടെ we'll be looking into maximum power transfer theorem for AC circuits. AC circuitsൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പിഡൻസിന്റെ ബേസിലാണ് എല്ലാം പറയുക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് മാറി maximum power is delivered from source to load when the load impedance is equal to the complex conjugate of സോഴ്സ് ഇമ്പിഡൻസിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് ലോഡ് ഇമ്പിഡൻസ് വന്നാലാണ് എന്ത് സംഭവിക്കുക മാക്സിമം പവർ ട്രാൻസ്ഫർ. ഡി സിയിലായിരുന്നപ്പോൾ നമുക്ക് എന്ത് മതിയായിരുന്നു ലോഡ് റെസിസ്റ്റൻസ് ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത് തെവനിൻ ഇക്വാലന്റ് കണ്ടു, ആർ എൽ ഈക്വൽ ടു ആർ ടി എച്ച് എടുത്താൽ മതി. ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്, തെവനിൻ ഇക്വാലന്റ് തന്നെയാണ് സർക്യൂട്ടിന്റെ കണ്ടെത്തുന്നത്. പക്ഷേ ആ വരുന്ന സോഴ്സിന് സീരീസ് ആയിട്ട് കിടക്കുന്ന ഇമ്പിഡൻസിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് വേണം മറ്റേതിനെ ഇക്വേറ്റ് ചെയ്യാൻ. അപ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫറിന് കണ്ടീഷൻ വരിക. അപ്പോൾ അതാണ് എ സിയുടെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം സ്റ്റേറ്റ്മെന്റ്. സോ മാക്സിമം പവർ ഇസ് ഡെലിവേർഡ് ഫ്രം സോഴ്സ് ടു ലോഡ് വെൻ ദ ലോഡ് ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു ദ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദ സോഴ്സ് ഇമ്പിഡൻസ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ZL ഷുഡ് ബി ഈക്വൽ ടു ZS കോൺജുഗേറ്റ്. ZS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളിവിടെ ചെയ്തു വരുമ്പോൾ ZTH എന്നുള്ള രീതിയിലൊക്കെ പറയാം. സോ ZTH കോൺജുഗേറ്റ് എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത്. ഇപ്പോൾ ഇതിനുള്ളൊരു പ്രൂഫ് ആദ്യം നമുക്ക് ഒന്ന് നോക്കിയിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ ആദ്യം പ്രൂഫ് വരണമെങ്കിൽ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്യൂട്ട് എന്ന് വിചാരിക്കുക. സോഴ്സ് VS ആണ്, സൈനസോയ്ഡൽ സോഴ്സ് VS ആണെന്ന് വിചാരിക്കുക, AC സോഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ സോഴ്സ് ഇമ്പിഡൻസ് ZS എന്ന് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സോഴ്സ് ഇമ്പിഡൻസ് ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു RS പ്ലസ് JXS, റെസിസ്റ്റൻസും റിയാക്ടൻസും. സോ JXS. ലോഡ് ഇമ്പിഡൻസ് നമ്മൾ ZL, RL പ്ലസ് JXL എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇമ്പിഡൻസുകളായിട്ട് തന്നെയാണ് എടുക്കുന്നത് സോഴ്സും ലോഡും. ഇനി ഇതിൽ നമുക്ക് ആദ്യം ഇവിടെ നേരത്തെ പോലെ തന്നെയാണ് വരിക, കറണ്ട് എഴുതാം. അപ്പോൾ ഇതിലൊരു കറണ്ട് നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ സേ I ഈക്വൽ ടു എന്താ, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും നമ്മളിവിടെ, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഐ എന്ന് വിളിക്കാം, IL എന്ന് വിളിക്കാം, തൽക്കാലം I എന്ന് വിളിക്കാം. I ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ, വോൾട്ടേജ് എന്ന് പറഞ്ഞ കൊടുത്ത എന്താ VS ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് ദാറ്റ് ഈസ് ZS പ്ലസ് ZL. ഓക്കെ, ഇപ്പോൾ അത് എഴുതാം. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, AC ആണ്, കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് മോഡ് I ഈക്വൽ ടു, പവർ എടുക്കുമ്പോൾ എന്തായാലും നമ്മൾ മാഗ്നിറ്റ്യൂഡിൻ്റെ ബേസിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മോഡ് I എടുക്കുന്നത്. മോഡ് I ഈക്വൽ ടു ഇപ്പോൾ എന്തൊരു മോഡ് VS ഡിവൈഡഡ് ബൈ എന്താ സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ ZS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RS പ്ലസ് JXS ഉണ്ട് പ്ലസ് RL പ്ലസ് JXL ഉണ്ട്. അപ്പോൾ അതിനും വേണമെങ്കിൽ അവിടെ ഒന്നുകൂടി സിംപ്ലിഫൈ ഒക്കെ ചെയ്തു വെക്കട്ടെ, ഞാൻ ചെയ്തില്ലാന്ന്. VS ഡിവൈഡഡ് ബൈ RS പ്ലസ് RL വരും പ്ലസ് J ടേമുകൾ രണ്ടെണ്ണം ഉണ്ട്, എന്തൊക്കെയാ XS പ്ലസ് XL. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരും, RS പ്ലസ് RL ഹോൾ സ്ക്വയർ പ്ലസ് XS പ്ലസ് XL ഹോൾ സ്ക്വയർ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ ദെയർഫോർ പവറിലാണല്ലോ മാക്സിമം പവറിൽ കാണാൻ പോകുന്നത്. സോ മാക്സിമം പവർ P ഈക്വൽ ടു PL എന്ന് എഴുതണമെങ്കിൽ എഴുതാം. P ഈസ് ഈക്വൽ ടു എന്താ, മോഡ് I സ്ക്വയർ ഇൻറ്റു RL ആണ്, റെസിസ്റ്റൻസ് തന്നെയാണ് ചെയ്യുന്നത്. മോഡ് I സ്ക്വയർ ഇൻറ്റു RL തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, മോഡ് ഇതിൻ്റെ വാല്യൂ അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ മോഡ് VS സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ടേം മാത്രമേ വരുള്ളൂ, മറ്റേത് സ്ക്വയർ ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകുമല്ലോ. സോ RS പ്ലസ് RL സ്ക്വയർ പ്ലസ് XS പ്ലസ് XL സ്ക്വയർ ഇൻറ്റു എന്തുണ്ട്, ഒരു RL ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ ആണ് വരേണ്ടത്. സോ ഫോർ മാക്സിമം P കിട്ടണമെങ്കിൽ ലോഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിത്ത് ചേഞ്ചിങ് വേരിയബിൾ ആയിട്ട് എടുത്തുള്ളൂ. അപ്പോൾ ഇവിടെ അതിന് രണ്ട് പാർട്ടുകൾ ഉണ്ടല്ലോ. അപ്പോൾ ആ രണ്ടിന് വിത്ത് റെസ്പെക്റ്റു ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് എടുത്താലും എന്ത് കിട്ടണം, 0 കിട്ടണം. സോ dP/dRL ചെയ്താലും 0 വരണം. ആൻഡ് dP ഡിവൈഡഡ് ബൈ DXL-ഉം എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ അതിൽ ചെയ്യാൻ പോകുന്നത് dP/dXL
ഈക്വൽ ടു 0 എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ ഡി പി ബൈ ഡി എക്സ് എൽ. സോ അത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ നേരെ ഡെറിവേറ്റീവ് എഴുതുന്നുള്ളൂ. അപ്പോൾ വി എസ് സ്ക്വയർ ഒന്നും അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. സിമ്പിളായിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ സ്റ്റെപ്പ് മാത്രമാണ് ഞാൻ എഴുതുക ഇവിടെ. ഡി ബൈ ഡി എക്സ് എൽ ഓഫ് എന്ത് ചെയ്യണ്ടേ ഇത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുക ഈക്വൽ ടു എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ അതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എൽ ആണ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാം അതിന് വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വരിക വി എസ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഞാൻ എഴുതുന്നില്ല, വി എസ് സ്ക്വയർ ഇൻറ്റു എന്നുള്ള രീതിയിൽ വരിക. ബാക്കി ഇവിടെ ചെയ്യുമ്പോൾ 0 എന്ന് എഴുതുന്നത് യു ബൈ വി എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ യു ബൈ വി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, താഴത്തെ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ മൈനസ് ഇതേ സ്ക്വയർ 1 ബൈ ഇതേ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ ജസ്റ്റ് അത് മാത്രം എഴുതിയാൽ മതി തോന്നുന്നു. സോ വരാൻ പോകുന്നത് താഴെ എടുക്കണതിൻ്റെ ഹോൾ സ്ക്വയർ വരും, അതായത് ഡിനോമിനേറ്ററിൻ്റെ 1 ബൈ എക്സ് എന്നുള്ള രീതിയിലാണ്. 1 ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ് നമുക്ക് വരിക. ഇനിയിപ്പോൾ എക്സിന് പകരം വേറെ ഒരു എക്സിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് വരും, എന്താ -1 ബൈ ഫംഗ്ഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ താഴെ കിടക്കുന്നതിൻ്റെ ഹോൾ സ്ക്വയർ അതും ഇവിടെ എഴുതേണ്ട കാര്യമില്ല, കാരണം അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയി പോകാനുള്ളതാണ്. ഇനി ഡെറിവേറ്റീവ് എടുത്തുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതുന്നത് മാത്രം. എക്സ് എസ് പ്ലസ് എക്സ് എൽ ഹോൾ സ്ക്വയർ. ഈ ഒരു സാധനത്തിനാണ് ഇവിടുത്തെ എക്സ് എന്നുള്ള പോലെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ന്യൂമറേറ്ററിൽ എന്താ മൈനസ് എന്തായാലും വരും, മൈനസ്. ഇനി ഈ താഴത്ത് കിടക്കുന്ന സാധനത്തിന് ഡെറിവേറ്റീവ് എടുക്കണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തിൻ്റെ മാത്രം എക്സൽ പോർഷൻ എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ എടുക്കുമ്പോൾ 2 ഇൻറ്റു എക്സ് എസ് പ്ലസ് എക്സ് എൽ വരും. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്ത് എടുക്കുന്നുണ്ട്, ഒരു ആറിലുണ്ട്, അങ്ങനെ കളയരുത്, ആറിലുണ്ട് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാണ് വരിക, ഈക്വൽ ടു 0. ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ, സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക, നമുക്ക് ഇവിടുന്ന് സിമ്പിളായിട്ട് കിട്ടും. എന്താ എക്സ് എസ് ഈക്വൽ ടു എക്സ് എൽ ഈക്വൽ ടു മൈനസ് എക്സ് എസ് അല്ലേ. ബാക്കി ഇത് അങ്ങോട്ട് പോയി 0 ആയി പോകും, ഇതോടൊന്ന് പോയി ഇതോടൊന്ന് പോയി, ബാക്കി ഉള്ളത് ഒരു എക്സ് എസ് പ്ലസ് എക്സ് എൽ ഈക്വൽ ടു 0 എന്നാണ്. അല്ലെങ്കിൽ എനിക്ക് അവിടെ എന്ത് എഴുതാം, എക്സ് എൽ ഈക്വൽ ടു മൈനസ് എക്സ് എസ്. അപ്പോൾ ഇതാണ് ഇവിടുന്ന് കിട്ടുന്ന ആദ്യത്തെ ഇതിൽ നിന്ന് കിട്ടുന്ന കണ്ടീഷൻ. ഇതേപോലെ നമ്മൾ ഡി പി ബൈ ഡി എക്സ് എൽ ആണ് ചെയ്ത്. ഇതേപോലെ അടുത്തത് എന്തുകൂടി ചെയ്യണം, നെക്സ്റ്റ് ഡി പി ഡിവൈഡഡ് ബൈ ഡി ആർ എൽ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനും കൂടിയും ചെയ്യണം. ദാറ്റ് ഈസ് ഡി ബൈ ഡി ആർ എൽ ഓഫ് എന്ത് ചെയ്യണം, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ആർ എൽ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഈക്വൽ ടു 0 കൊടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ അതും ഒന്നും ചെയ്യാനുള്ള ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ആ കാര്യം മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് എന്തായിരിക്കും വരാൻ പോകുന്നത്, ആർ എസ് പ്ലസ് ആർ എൽ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആർ എൽ ഇൻറ്റു ആർ എസ് പ്ലസ് ആർ എൽ ഡിവൈഡഡ് ബൈ ആർ എസ് പ്ലസ് ആർ എൽ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം, എവിടെ നിന്നാണ് ഇപ്പോൾ പെട്ടെന്ന് ഒക്കെ പോയിട്ട് ആർ എസ് പ്ലസ് ആർ എൽ മാത്രം പറയുന്നത്. അതിനാണ് തൊട്ട് മുന്നത്തെ സ്റ്റേറ്റിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ, എക്സ് എൽ ഈക്വൽ ടു മൈനസ് എക്സ് എസ് കിട്ടി. അപ്പോൾ ഈ ഒരു സാധനം ഞാനിവിടെ എഴുതിയാൽ എന്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് എൽ ചെയ്ത്. ഈ സാധനം ഇവിടെ ഇല്ല, ഇതില്ലാണ്ട് ഇത്രേനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് അങ്ങനെയാണ് എന്ത് വരുന്നത്, ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി റേസ് ടു 4 ആണ് വരും. ഇതാണ് ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി, 0 കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും എന്താ, ആർ എസ് പ്ലസ് ആർ എൽ ഹോൾ സ്ക്വയർ മൈനസ് 2 ആർ എൽ ആർ എസ് മൈനസ് 2 ആർ എൽ സ്ക്വയർ ഈക്വൽ ടു 0. അല്ല, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കിട്ടും ആർ എൽ ഈക്വൽ ടു ആർ എസ്. അതാണ് അവിടെ കണ്ടീഷൻ വരിക. ദാറ്റ് ഈസ് എനിക്ക് എന്താ കിട്ടുക, ഫൈനൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എൽ പ്ലസ് ജെ എക്സ് എൽ ഈക്വൽ ടു, ആർ എല്ലിന് പകരം കിട്ടിയത് ആർ എസ് ആണ്, എക്സ് എല്ലിന് പകരം മൈനസ് ജെ എക്സ് എസ് ആണ്, മൈനസ് എക്സ് എസ് ആയിട്ട്. അപ്പോൾ മൈനസ് ജെ എക്സ് എസ് എന്ന് വരും അല്ലേ. ഓർ എന്തെന്ന് എഴുതാം, സെഡ് എൽ ഈക്വൽ ടു സെഡ് എസ് സ്റ്റാർ. ഇത്രയാണല്ലോ കണ്ടീഷൻ. ഈ സെഡ് എസ് സ്റ്റാർ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, സെഡ് ടി എച്ച് എന്നുള്ള രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, ഈക്വൽ ടു സെഡ് ടി എച്ച് സ്റ്റാർ. ഇത്രയാണ് കണ്ടീഷൻ വരുന്നുള്ളൂ. സോ സോഴ്സ് റെസിസ്റ്റൻസിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആവണം ലോഡ് റെസിസ്റ്റൻസ്, അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ വരും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഫൈൻഡ് ദ
impedance Z so that maximum power can be transferred to it in the network. Find the maximum power. So Z കാണാൻ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം പവർ കാണാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണത്തെ പോലെ തന്നെ ആദ്യം എന്താ VTH കാണാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സോ ടു ഫൈൻഡ് VTH, എന്തായാലും എന്ത് വേണം നമുക്ക് ഈ സർക്യൂട്ട് എന്തായാലും താഴത്തേക്ക് എടുക്കാൻ പറ്റില്ല. ആവശ്യമില്ലാത്ത ആളെന്നെ അവിടുന്ന് ഒഴിവാക്കി കളയാം. ഇതിനെ അവിടുന്ന് മാറ്റും നമ്മൾ. അതിനെ അവിടുന്ന് മാറ്റി ഈ രണ്ട് പോയിന്റ്സിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്തെടുക്കാൻ പോകുന്നത്, വോൾട്ടേജ്. സോ ദിസ് ഈസ് പ്ലസ് മൈനസ് VTH. ടെർമിനൽസിന് വേണമെങ്കിൽ എ എന്നും ബി എന്നും കൊടുക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇവിടെ എന്ത് കിട്ടണം, ഇതിന് അക്രോസിലായിട്ടുള്ള എന്താണ് വോൾട്ടേജ് ആണ് വരേണ്ടത്. ഇപ്പോൾ വോൾട്ടേജ് അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ കിട്ടില്ല. കറണ്ട് ഇതിൽ കൂടെയുള്ള കറണ്ട് ആദ്യം കിട്ടണം. സേ ഇതിൽ കൂടെയുള്ള കറണ്ട് ഇപ്പോൾ നമുക്ക് I ആണെന്ന് വിചാരിക്കുക. I ആണെന്ന് വിചാരിക്കുക. ഈ I എന്നുള്ള കറണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് അക്രോസിലുള്ള വോൾട്ടേജ് കിട്ടും. അപ്പോൾ അത് കിട്ടണമെങ്കിൽ സിമ്പിളായിട്ട് ഇവിടെയും കിട്ടില്ല. എന്താ അപ്ലൈ ചെയ്യേണ്ടി വരും, കറണ്ട് ഡിവിഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. ആദ്യം ടോട്ടൽ കറണ്ട്, സേ ഇപ്പോൾ ഇവിടെ ഇതാണ് ടോട്ടൽ കറണ്ട് IT എന്ന് വിചാരിക്കുക. IT എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആദ്യം IT കിട്ടിയിട്ട് അതിൽ നിന്ന് വേണം ഇതൊക്കെ ചെയ്ത് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, ഇക്വാലന്റ് ഇംപിഡൻസ് കണ്ടുപിടിക്കേണ്ടി വരും. ഇക്വാലന്റ് ഇംപിഡൻസ് ZT ആണെന്ന് വിചാരിച്ചു. ZT ഇക്വാലന്റ് ഇംപിഡൻസ് ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെ വരിക, 3Jയും 3യും സീരീസ് അല്ലേ, 3J and 3, ഇത് മൈനസ് എന്ന് എടുക്കാം കേട്ടോ. നമുക്ക് മൈനസ് 3J ആണ്, ഇത് മൈനസ് 3J. ഓക്കെ, സോ 3യും മൈനസ് 3Jയും സീരീസ്. അപ്പോൾ എങ്ങനെ വരും, 3 മൈനസ് 3J എന്ന് വരും. അത് പാരലൽ എന്തിനായിട്ട്, 3Jനായിട്ട്, അത് വീണ്ടും എന്തിനായിട്ട് സീരീസ്, 3നായിട്ട് സീരീസ് അല്ലേ. ഇത്രയാണ് വരിക. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അവിടെ 6 പോയിന്റ്, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ട 71 ആംഗിൾ 20, കോംപ്ലക്സ് ആണ് കേട്ടോ, 26.57 ഡിഗ്രി. അത്രയാണ് നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാം, IT കാണാം. IT ഈക്വൽ ടു എന്താ 5 ആണ്, വോൾട്ടേജ് എന്താ 5 ആംഗിൾ 0 ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയ 6.71 ആംഗിൾ 26.57 ഡിഗ്രി. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.75 ആംഗിൾ മൈനസ് 26.57 ഡിഗ്രി ആംബിയർ എന്ന് പറഞ്ഞ് കിട്ടും. ടോട്ടൽ കറണ്ട് IT ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ IT കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ കറണ്ട് ഡിവിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കറണ്ട് കിട്ടും. ഓപ്പോസിറ്റ് ബ്രാഞ്ച് ഡിവൈഡ് ബൈ ടോട്ടൽ ചെയ്താൽ മതി. ഓക്കെ, സോ ദെർഫോർ എന്താ നമുക്ക് വേണ്ട I ഈസ് ഈക്വൽ ടു ഈ കിട്ടിയിട്ടുള്ള കറണ്ട് IT മൾട്ടിപ്ലൈ ബൈ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ J3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കൂട്ടണം, J3 പ്ലസ് 3 മൈനസ് J3 അല്ലേ, J3 പ്ലസ് 3 മൈനസ് J3. സോ ദിസ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കിട്ടുക 0.75 ആംഗിൾ 63.43 ആംബിയർ. ഇത്രയാണ് നമുക്ക് അവിടെ എന്ത് കിട്ടാൻ പോകുന്നത്, ഐയുടെ വാല്യൂ കിട്ടുക. അപ്പോൾ I കിട്ടി, അതിന് അക്രോസ് ആണ് എന്ത് വരുന്നത്, നമ്മൾ VTH മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ജസ്റ്റ് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് ദെർഫോർ എന്ത് കിട്ടും, നമുക്ക് VTH ഈസ് ഈക്വൽ ടു എന്താ വരിക, അതിൻ്റെ വാല്യൂ മൈനസ് J3 അല്ലേ. സോ മൈനസ് J3 ഇൻറ്റു 0.75 ആംഗിൾ 63.43. ഇതൊക്കെ കാൽക്കുലേറ്ററിലാണ് ടച്ച് ചെയ്യുന്നത്, കൺഫ്യൂഷൻ വരണ്ട. 2.24 ആംഗിൾ മൈനസ് 26.57 ഡിഗ്രി, അത്രയും വോൾട്ട്. അതും നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അത് കിട്ടി. ഇനി ഇത് പോരാ, എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ZTH കണ്ടുപിടിക്കണം അല്ലേ. സോ ടു ഫൈൻഡ് ZTH ഇക്വാലന്റ് തെവെനിൻ ഇംപെഡൻസ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വീണ്ടും അത് വരച്ചു. ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് എൻ്റെ ടെർമിനൽ എ ടെർമിനൽ, ബി ടെർമിനൽ. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് എന്ത് കിട്ടാൻ പോകുന്നത്, ZTH കിട്ടാൻ പോകുന്നത്. ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു, അയാളിനെ മാറ്റിയിട്ട് എന്താക്കണം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. സോ അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഇനി ഇക്വലന്റ് കാണുക അല്ലേ. സോ ZTH ഈക്വൽ ടു ഇതും പാരലൽ സീരീസ്. അപ്പോൾ ആദ്യം എന്താ 3 പാരലൽ
J3 സീരീസ് വിത്ത് 3 അല്ലേ 3. ഇനി അതെന്തിനായിട്ട് പാരലൽ -J3, ഇത് മൈനസ് ആണ്, പാരലൽ -J3. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 3 ആംഗിൾ -53.12 ഡിഗ്രി ഓം എന്ന് കിട്ടും. അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 1. നമുക്ക് ഇവിടെ വേണ്ടത് കോഞ്ചുഗേറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ, ഇപ്പോൾ -1.8 -J2.4 എന്നുള്ള രീതിയിൽ കിട്ടും. അത്രയും ഓം, അതാണ് ZTH. സോ therefore for maximum power transfer എന്ന കണ്ടീഷൻ എന്താ, ഫോർ maximum power transfer നമുക്ക് എന്ത് എഴുതാം, ZL equal to ZL equal to ZS star. ഇവിടെ ZS എന്ന് പറഞ്ഞാൽ ZTH ആണല്ലോ. സോ ZTH star which is equal to 1.8 plus J2.4 ആയിട്ട് മാറും. കാരണം മറ്റേതിൽ മൈനസ് ആയിരുന്നു, പ്ലസ് ആയിട്ട് മാറുന്നു മാത്രം. ഓക്കെ, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് നമ്മളോട് വരച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെയാണ് വരിക, തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് നമ്മളുടെ വോൾട്ടേജ് എത്രയായിരുന്നു കിട്ടിയത്, 2.24 ആംഗിൾ -26.57 ഇത്രയും വോൾട്ട്. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 1.8 -J2.4, ഇത് കിട്ടിയിട്ടുള്ളത് 1.8 plus J2.4 ഇത്രയും ഓം അല്ലേ, ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം പവറും എഴുതാം. therefore മാക്സിമം പവർ Pmax അല്ലേ, Pmax ഈക്വൽ ടു എന്ത് വരും, mod VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ 4RL ഈക്വൽ ടു മോഡ് വാല്യൂ മാത്രം മതി, 2.24 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 into 1.8 ഇത്രേ ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.7 watts എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഫോർ AC സർക്യൂട്ട്.